പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ വേദന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ധ്യാനയന്ത്രം ക്രമീകരിക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് എവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഞായറാഴ്ച വിശുദ്ധ ഭാഗം ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 43 മുതൽ 51 വരെയുള്ളതായ തിരുവചന ഭാഗമാണ്. നമുക്ക് ചേർന്ന് വായിക്കാം, പഠിക്കാം. വാത്സല്യമുള്ളവരെ, ദനഹാ പെരുന്നാളിന് ശേഷം വരുന്ന 2ാമത്തെ ഞായറാഴ്ച ദിവസമായിട്ട് ഈ ഏവങ്കേലിയൻ ഭാഗം പിതാക്കന്മാർ വളരെ പ്രാധാന്യത്തോടുകൂടി ക്രമീകരിച്ച് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ വേദഭാഗം വായിക്കുമ്പോൾ അതിന്റെ ആദ്യ ഭാഗത്ത് ഇപ്രകാരം കാണുന്നുണ്ട്: യേശു തമ്പുരാന്റെ പരശുശ്രൂഷ സമാരംഭിച്ചതായ സമയത്തെക്കുറിച്ചാണ് ഏവങ്കേലിയൻ ഭാഗത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, കൂടിയിരിക്കുവാനും വരുവാനിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് സാക്ഷികളാകുവാനും സ്വർഗരാജ്യത്തിന്റെ ശില്പികളാകുവാൻ വേണ്ടി അനേകരെ തെരഞ്ഞെടുക്കുന്നതായ വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗമാണ് ഈ ദിവസത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്കറിയാം, ഈ വേദഭാഗത്തിൽ നാം പഠിക്കുമ്പോൾ അന്ത്രയോസിനോടും യോഹന്നാനോടും ഒത്തുചേർന്ന് യാത്ര ചെയ്യുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം നോക്കുമ്പോൾ അവന്റെ വാക്കുകളും അവന്റെ വചനങ്ങളും അവന്റെ കഷ്ടപ്പാടുകളും അത് കേൾക്കുവാനുള്ള അതിവാഞ്ചയോടുകൂടി കടന്നു പോകുന്ന ഒരുപറ്റം ആളുകളെയും അവൻ വിളിച്ചു ചേർക്കുന്നതായ ഒരുപറ്റം ശിഷ്യന്മാരെയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വാത്സല്യമുള്ളവരെ, ഈ വേദഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് യേശു തമ്പുരാന്റെ വിളിയെക്കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശു തമ്പുരാൻ തന്റെ കൂടെ ഇരിക്കുവാനും കൂടെ നിർത്തുവാനും തന്റെ കൂടെ കൊണ്ടുപോകുവാനും വേണ്ടി താൻ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുവാൻ തെരഞ്ഞെടുക്കുന്ന ശിഷ്യന്മാരെയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വാത്സല്യമുള്ളവരെ, വിളിയെ വളരെ ശ്രദ്ധയോടുകൂടി കാണുക എന്നുള്ളതാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ തന്റെ കൂടെ ഇരിക്കുവാൻ വേണ്ടി ആളുകളെ വിളിക്കുമ്പോൾ അവരുടെ കഴിവോ സാമർഥ്യമോ പണമോ വിദ്യാഭ്യാസമോ ഒന്നും നോക്കിയിട്ടല്ല, മറിച്ച് അവനെയേറെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശുശ്രൂഷകരായി ജീവിക്കുവാൻ മനസ്സുള്ളവരെയാണ് യേശു തമ്പുരാൻ തന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി വിളിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, വചനം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്: നമ്മുടെ എല്ലാം ഉള്ളങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന്. വാത്സല്യമുള്ളവരെ, അതേ വചനം തന്നെയാണ് ഈ ഏവങ്കേലിയൻ ഭാഗത്തിലൂടെ അന്വർത്ഥമാകുന്നത്. എല്ലാവരുടെയും ഉള്ളങ്ങളെ മനസ്സിലാക്കി യേശു തമ്പുരാൻ ഏറെ സ്നേഹത്തോടുകൂടി വിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം, വേദഭാഗത്തിന്റെ മധ്യഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുന്നുണ്ട് പതറി ഇടറിയവനായ ശീമോനെ യേശു തമ്പുരാൻ വിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മൺപാത്രത്തിന് സമനമായിരുന്ന ഫിലിപ്പോസിനെയും യേശു തമ്പുരാൻ വിളിക്കുന്നുണ്ട്. വാത്സല്യമുള്ളവരെ, ഇതുപോലെ തന്നെ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു അല്പസമയം ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാം ദൈവം വിളിച്ചതാണ്. നമ്മളെയൊക്കെ ദൈവം വിളിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ വേദഭാഗം കേൾക്കുവാൻ വേണ്ടി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ഞായറാഴ്ച ദിവസം വിശുദ്ധ ആരാധന കാണുവാനും വിശുദ്ധ കുർബാന അനുഭവിക്കുവാനും നമ്മളൊക്കെ ദൈവാലയത്തിലേക്ക് പോകുവാൻ മനസ്സ് കാണിക്കുന്നത്. അത് ദൈവത്തിന്റെ മഹോത്തരമായ ഒരു വിളിയുള്ളത് കൊണ്ട് തന്നെയാണ്. വീണ്ടും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നഥാനിയേലിനെ ദൈവം വിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നഥാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനം എന്നാണ് അതിനെ വിളിക്കുന്നത്. വാത്സല്യമുള്ളവരെ, ഇതെല്ലാം നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ, ഞാൻ ഈ പ്രസംഗം ഉണ്ടാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അല്പസമയം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ആയിരിക്കുവാൻ വേണ്ടി ഞാൻ സമയം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു അനുഭവം ഞാൻ ഓർക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഞാനത് പറയുവാൻ ആഗ്രഹിച്ചതല്ല, എങ്കിൽ തന്നെയും ഞാനത് പറയുവാൻ ഒരുങ്ങിയാണ്. വാത്സല്യമുള്ളവരെ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സെമിനാരിയിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ സെമിനാരിയിൽ എക്സാമിന് വേണ്ടി കടന്നു ചെല്ലുകയാണ്. ഞാൻ എന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ സമർപ്പിച്ച് എക്സാം എല്ലാം കഴിഞ്ഞ് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സെമിനാരിൽ ഒന്ന് അറിയിച്ചു, നിങ്ങളെ പിന്നീട് വിളിച്ചുകൊള്ളാമെന്ന് പറഞ്ഞാണ്. ഞാൻ ആ വാക്ക് കേട്ടിട്ടാണ് ഞാൻ സെമിനാരിൽ നിന്ന് മടങ്ങിപ്പോകുന്നത്. അതിനുശേഷം ഞാൻ മഞ്ഞിനിക്കര ദേറായിലേക്ക് പോകുന്നതായ സമയത്ത് ചെങ്ങന്നൂരെത്തി കഴിഞ്ഞപ്പോൾ സെമിനാരിയിൽ നിന്നൊരു കോള് വരികയാണ്: താങ്കൾക്ക് ഈ വർഷം സെമിനാരിയിൽ അഡ്മിഷൻ ഇല്ല എന്ന് പറയുകയുണ്ടായി. വാത്സല്യമുള്ളവരെ, അതിനുശേഷം ഞാൻ മഞ്ഞിനിക്കര ദേറായിൽ കടന്നു ചെന്നു. എന്റെ വീട്ടിലേക്ക് പലരും വിളിച്ചു പറഞ്ഞു, മോന് ദൈവവിളി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ വർഷം അഡ്മിഷൻ കിട്ടാത്തത്, മോന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്റെ മാതാപിതാക്കൾ ഏറെ സങ്കടപ്പെട്ടതായ നിമിഷങ്ങൾ ഞാൻ ഓർക്കുകയാണ്. പലരും എന്റെ മാതാപിതാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മോന് ദൈവവിളി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. വാത്സല്യമുള്ളവരെ, ഞാനത് ഓർക്കുകയാണ്. എങ്കിലും
10-15 ദിവസം കഴിഞ്ഞപ്പോൾ അതേ സെമിനാരിയിൽ അതേ ബാച്ചിനൊപ്പം അതേ കുട്ടികളോടൊപ്പം എനിക്ക് പഠിക്കുവാൻ ഭാഗ്യമുണ്ടായി. വാത്സല്യമുള്ളവർ, നമ്മുടെ ആരുടെയും കയ്യിലല്ല. ദൈവം തിരഞ്ഞെടുക്കുന്ന സമയം, ദൈവം തീരുമാനിക്കുന്ന സമയം അതെപ്പോഴാണ് എന്ന് നമുക്ക് ആർക്കും ഒരുപക്ഷെ അറിയുവാൻ സാധിക്കുകയില്ല. ദൈവത്തിന് ഇഷ്ടം മാത്രമേ നടക്കുകയുള്ളൂ. വാത്സല്യമുള്ളവർ, ഞാൻ ഓർമ്മപ്പെടുത്തിയത് മറ്റൊന്നുമല്ല, നമ്മുടെ ആരുടെയും ജീവിതത്തിലെ കഴിവോ സാമർഥ്യമോ പണമോ സ്ഥാനമാനങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല യേശുദമ്പുരാൻ വിളിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും തൊട്ടറിഞ്ഞാണ് ദൈവം നമ്മെ വിളിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വാത്സല്യമുള്ളവരെ, ഇങ്ങനെ നോക്കുമ്പോൾ ഫിലിപ്പോസിനെയും ദാനിയേലിനെയും അതുപോലെ തന്നെ ശീമോനെയൊക്കെ ദൈവം വിളിക്കുമ്പോൾ അവരുടെ ഉള്ളങ്ങളെ മനസ്സിലാക്കി ദൈവം വിളിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. വാത്സല്യമുള്ളവരെ, സഭാപിതാവായ വിശുദ്ധനായ മോർ അഫ്രേമിന്റെയും മോർ ഇഗ്നാത്യോസിന്റെയും ഒക്കെ ചരിത്രത്താളുകൾ പഠിക്കുമ്പോൾ അവർ പറയുന്നതായ വാക്കിങ്ങനെയാണ്: ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത് അത് അത്രമാത്രം മാധുര്യമേറിയതാണ്. അതുകൊണ്ട് തന്നെ നാം എങ്ങനെയായിരിക്കണം? പ്രാർത്ഥനയോടുകൂടി ദൈവികമായ വിളിയെ ചേർന്ന് നിന്നുകൊണ്ട് എപ്പോൾ വിളിച്ചാലും കടന്നു പോകുവാൻ വേണ്ടി മനസ്സും ഹൃദയവുമെല്ലാം വിശുദ്ധീകരിക്കുവാൻ നമുക്ക് തയ്യാറാകണമെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ നഥാനിയേലിനെ കുറിച്ച് യേശുദമ്പുരാൻ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്. സാക്ഷാൽ കപടമില്ലാത്ത ഇസ്രായേലിനെന്ന് നഥാനിയേലിനെ പറ്റി പറയുന്നുണ്ട്. നമുക്കറിയാം, ഫിലിപ്പോസ് നഥാനിയേലിനെ യേശുവിന് മുമ്പിൽ കൊണ്ടുപോയി അവതരിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നഥാനിയേൽ പറയുന്നതായ വാക്കിങ്ങനെയായിരുന്നു: നസ്രയത്തിൽ വല്ല നന്മയുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചോദിക്കുന്നത് ചോദിച്ചാൽ, ഓർമ്മ വെച്ച നാൾ മുതൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്, പൊള്ളയായ വാക്കുകളും കഥയില്ലാത്ത അറിവുകളും പഴകിയതായ പ്രസംഗങ്ങളും കേട്ടുതഴപ്പിച്ചതായ വാക്കുകളൊക്കെ നഥാനിയേൽ ഇങ്ങനെ കേട്ട് അവൻ മടുത്ത് ആ ഒരു അവസ്ഥയിലായിരുന്ന സാഹചര്യങ്ങളൊക്കെ അവൻ ഓർത്തതുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്, നസ്രയത്തിൽ വല്ല നന്മയുണ്ടോ എന്ന് ചോദിക്കുന്നത്. വാത്സല്യമുള്ളവരെ, ദൈവപുത്രന്റെ വായിൽ നിന്ന് വിലതീരാത്തതായ വലിയൊരു സാക്ഷ്യപത്രം യേശുദമ്പുരാൻ നഥാനിയേലിന് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിന്റെയും എന്റെയും നേരെ നോക്കിക്കൊണ്ട് കർത്താവ് എന്താണ് പറയുന്നത്? കപടമില്ലാത്ത ഇസ്രായേലിനെന്ന് വിളിക്കുന്നുണ്ടോ? നഥാനിയേലിനെ പറ്റി യേശുദമ്പുരാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അപ്രകാരം യേശുദമ്പുരാൻ പറയണമെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളണം. നമ്മുടെ മനസ്സിനെ വിശാലമാക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളണം. ഹൃദയവും മനസ്സുമെല്ലാം വിശുദ്ധീകരിച്ചുകൊണ്ട് കപടതയില്ലാതെ അല്ലെങ്കിൽ കാപഠ്യമില്ലാത്ത നാടകീയ വൃന്ദങ്ങളില്ലാതെ നല്ല സാക്ഷ്യമുള്ള മക്കളായി ജീവിക്കുമ്പോഴാണ് ഇപ്രകാരം നഥാനിയേലിനെ പോലെ ദൈവം നമ്മോട് ചോദിക്കുന്നത്. വാത്സല്യമുള്ളവരെ, വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ വേദഭാഗത്തിന്റെ അവസാനം നമുക്കിങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്: സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതായും ദൈവദൂതന്മാർ മനുഷ്യപുത്രന്റെ അടുക്കിലേക്ക് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നതായും ഇതുമുതൽ നിങ്ങൾ കാണുമെന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വേദഭാഗം അവസാനിക്കുന്നത്. വാത്സല്യമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10 മുതൽ 17 വരെ പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്വർഗത്തോളം എത്തുന്നതായ ഒരു ഗോവണി അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പൂർവ്വപിതാവായ യാക്കോബിന് മാത്രം ദർശിക്കുവാൻ ഇടയായ സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ഗോവണി എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, യേശുദമ്പുരാനാണ്. ഈ സത്യമാണ് വിശുദ്ധാരാധനയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ നാം ദർശിക്കുന്നത്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ളതായ അവരോഹണവും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ളതായ ഒരു ആരോഹണവുമാണ് വിശുദ്ധ കുർബാനയെന്ന് നിർവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യപുത്രനായ ശരീരം ധരിച്ചിരിക്കുന്ന കർത്താവ് അപ്പവീഞ്ഞിലൂടെ അധിവസിച്ച് ബലിപീഠത്തിൽ ഇറങ്ങി വരുന്ന മുഹൂർത്തത്തിൽ ദൈവദൂതന്മാരായ പുരോഹിതർ ദർഗായിൽ നിന്ന് ഇറങ്ങുന്നതും ദർഗായിൽ നിന്ന് കയറുന്നതുമായ ദർശനം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വാത്സല്യമുള്ളവരെ, നാം കപടമില്ലാത്തവരായി, സാക്ഷാൽ ഇസ്രായേലിനായി, നഥാനിയേലിനെ പോലെ കപടമില്ലാത്തവനായി നമ്മുടെ ജീവിതത്തെ ദർശിച്ചുകൊണ്ട് ഈ വിശുദ്ധാരാധന നമുക്ക് ദർശിക്കുവാൻ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കും ഇറങ്ങുന്നതും കയറുന്നതുമായ ദർശനം നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ മനസ്സും ഹൃദയവുമെല്ലാം കാപഠ്യമില്ലാതെ കപടതയില്ലാതെ നിൽക്കുമ്പോൾ അതിന് നമുക്ക് സാധിക്കും. അതിനുവേണ്ടി ഈ വചനകേൾവി മുഖാന്തരമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും മക്കൾ നിർത്തുമ്പോൾ നമ്മളൊക്കെ ദൈവവിളിക്ക് തുല്യരായി ദൈവം നമ്മെ എപ്പോൾ വിളിച്ചാലും സന്തോഷത്തോടുകൂടി കടന്നു പോകുവാൻ, നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും വിശുദ്ധീകരിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും